സമസ്തയുടെ പിന്നിൽ നിൽക്കുന്നത് ആരാണ്? അവർക്ക് ശക്തി പകരുന്ന പൗരപ്രമുഖരും സാധാരണക്കാരുമായിട്ടുള്ള ആളുകളാണ്. നമ്മൾ അവരെ ഉമറാക്കൾ എന്ന് വിളിക്കുന്നു. മുന്നിൽ നിൽക്കുന്നവർ ഉലമാക്കൾ, പിന്നിൽ നിൽക്കുന്നവർ ഉമറാക്കൾ. അപ്പോഴേ ഈ ഇലക്ഷനായത് നമുക്ക് ഉമറാക്കളുടെ അടിയാണ്. അത് കണ്ടോക്കി, ഉമറാക്കളുടെ അടി. മലപ്പുറം വണ്ടൂരിൽ മുസ്ലിം ലീഗ് നേതാക്കളെ പൂട്ടിയിട്ടു. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ജില്ലാ മണ്ഡലം നേതാക്കളെയാണ് വണ്ടൂർ മുസ്ലിം ലീഗ് ഓഫീസിൽ പ്രവർത്തകർ പൂട്ടിയിട്ടത്. ഇങ്ങനെയൊക്കെ അടിച്ചുകാണ്ട് ഈ പാർട്ടിയെ വഞ്ചിച്ചാൽ അതിന് അള്ളാഹിന്റെ ശിക്ഷ അതും ഒരു നേതാവ് പറയും കേട്ടോ. അതും കേട്ടോ. ആരെങ്കിലും ഒരാൾ ഈ പാർട്ടിയുടെ കൂടെ നിന്ന് ഈ പാർട്ടിയെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ 5 വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കാലാകാല ആഖിറത്തിൽ നിങ്ങൾ കൈകെട്ടി മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യുമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി ഉമറാക്കൾ ഇസ്ലാമിന് വേണ്ടി ഇങ്ങനെയൊക്കെ അടിച്ച് ജയിച്ചു എന്ന് പറയും. എന്നാലും ഉമറാക്കളുടെ പ്രകടനം നോക്കി ഫുള്ള് തെറ്റിക്കുകയാണ്. അതാണ് ഉമറാക്കൾ കേട്ടോ. ഉമറാക്കൾ ഇതല്ല പോലെ ആരാണ് ഉമറാക്കൾ? ഉമറാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയാണോ പഠിപ്പിച്ചത് അവിടെ നിന്നാ മതി. ഉമറാ എന്നതിന് നിങ്ങൾ കുറച്ച് ആൾക്കാർ ഈ അടുത്ത കാലത്ത് മലബാറിലുള്ള ഒരു പാർട്ടിക്കാർ എന്നർത്ഥം വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി ശരിയല്ല. അത് ദീനിനെതിരാണ്. അതല്ല ഉമറാ എന്ന് പറഞ്ഞാൽ. ഉമറാ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പഠിച്ചാൽ മതി. അപ്പൊ ഈ ഉലമാ ഉമറാന്റെ പ്രസക്തി മനസ്സിലാവും. അല്ലാതെ നിങ്ങൾ ഈ മലബാറിലുള്ള കുറച്ച് ഏതൊരു പാർട്ടിന്റെ കുറച്ച് ആൾക്കാരെ കുറിച്ചിട്ട് ഇവരാണ് ഉമറാ എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അതൊന്നും അല്ല ഇവിടെ ഉമറാ എന്ന് പറയുന്നത്. അവർ തെറ്റിദ്ധരിപ്പിക്കുക, ആ തെറ്റിദ്ധാരണ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അതിനുവേണ്ടിയാണ് ആ ഭാഗം പ്ലേ ചെയ്തത്. ബഹുമാനപ്പെട്ട കാന്തപ്രസാദ് 1989 ഇറങ്ങി പോരുമ്പോ ഉസ്താദ് സമസ്തയിൽ 40 ആളെ കൊണ്ടുപോകുന്നതല്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ ഒരു കാലത്തും വഹാബിസം സുന്നീസത്തെ അംഗീകരിച്ചിട്ടില്ല, സുന്നീസം വഹാബിസത്തിനെ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ വഹാബിസത്തെ അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് തെറ്റാണ് ബഹുമാനപ്പെട്ട കാന്തപ്രസാദ് ചെയ്തിട്ടുള്ളൂ. അതിന് 89 തൊട്ട് അയാൾ ആക്രമിച്ച അക്രമങ്ങള്, അയാൾ നേരിട്ടുണ്ടാക്കിയ വിവാദങ്ങള് എന്തെല്ലാം സഹിച്ചായ കള്ളനാക്കി. കുറെ കാലം കള്ളനായിരുന്നു. അങ്ങനെ ഉസ്താദ് നേടി ഉണ്ടാക്കിയതാണ് ഇന്ന് കാണുന്ന സക്കാഫികള്. ഇനി ഉസ്താദ് അങ്ങനെ ആക്രമിക്കാനും ഉസ്താദ് കള്ളനാക്കാനും ഉസ്താദ് എന്തൊക്കെയാണ് ആക്കാനും ആർക്കെങ്കിലും വ്യാമോഹം ഉണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് സക്കാഫികളുണ്ട് ഉസ്താദ്. ആ സക്കാഫികളെ മാത്രം മതി. കഷ്ടപ്പെടുത്തുന്നൊരു കണക്കുണ്ട്. കാര്യമില്ലാതെ ഒരാളെ, ഒരു വ്യക്തിനെ ഇല്ലായ്മ ചെയ്യുമ്പോ സ്വയം ഇല്ലാതാവും. അന്ന് ഉസ്താദ് പറഞ്ഞ പ്രസംഗം ഞാൻ കേൾപ്പിച്ചരാ. ഉസ്താദിന്റെ ആ ദയനീയതോട് കൂട്ടുള്ള പ്രസംഗം അതൊന്ന് കേട്ടോക്കെ. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ശരി, അടിച്ചമർത്തി കളയാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അടിച്ചമർത്തുന്നവൻ തീർച്ചയായും അടിച്ചമർത്തപ്പെട്ടു പോകും, സംശയിക്കണ്ട. കാന്തപുരം 89 തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യ കാലം ഒരിക്കൽ തെളിയിക്കുന്നവർ. അത് തെളിയിച്ച സത്യങ്ങളാണ് ഈ വെളിപ്പെടുന്നത്. രോഗങ്ങൾ മാറ്റിയിടേണേ. കാന്തപുരം കാഞ്ചനതാരം കാലത്തിന്റെ കൗതുകസാരം കാവലാളാണേ കാരുണ്യമാണേ കാവലാളാണേ കാരുണ്യമാണേ. സുബ്ഹാന